ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്ടോ. നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കട്ടോ ഈ നാടൻ കറി എന്താണെന്ന്. കറി വെക്കാനുള്ള സാധനം പുറത്താട്ടോ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കട്ടോ എന്താണെന്ന്. അപ്പൊ ഇതാ പുറത്ത് കറി വെക്കാനുള്ള സാധനം മോൾട്ടി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കറി വെക്കാനുള്ള സാധനത്തിന്റെ അടുത്ത് തന്നെ മോൾട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചേനപ്പൂവാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ഇതാ ചേനപ്പൂവ്, ഞങ്ങൾ ഇവിടെ ചേനപ്പൂവ് കേട്ടോ പറയണത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇതാ കുറേ ചേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ പന്നി കുത്തി പോയതാട്ടോ. ഇപ്രാവശ്യം ഈ ചേനപ്പൂവ് നമ്മളെ വീട്ടിൽ കുറവാണ് കേട്ടോ, കൂടുതലൊന്നും ഉണ്ടായില്ല. അപ്പൊ നന്നായിട്ട് ഇതാ കഴുകി എടുത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇത് പൊളിച്ചിട്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ഈ ഉള്ളിലെ സാധനത്തിന് മോൾട്ടി പറയുന്ന പേരാട്ടോ, ലിവർ എന്നാട്ടോ ഓള് പറയാ. ഇനി ഇതിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതാ കുനികുനാരിയൊന്നും വേട്ടോ, അത് പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ. നല്ല രസമാണ് കേട്ടോ അത്. നമുക്ക് കറിക്ക്, ചോറിന് എല്ലാതിനും പറ്റട്ടോ. പത്തിരി, പൊറാട്ട, പിന്നെ വെള്ളപ്പം, നൂൽപുട്ട് എല്ലാം. ബീഫൊക്കെ തോറ്റു പോട്ടോ നമ്മുടെ ഈ ചേനപ്പൂ കറി കഴിക്കുകയാണെങ്കിൽ. ഇതിൽ നമ്മൾ ചേനപ്പൂവും പരിപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ അടിഭാഗത്ത് മണ്ണുണ്ടാവും. അപ്പൊ ഞാൻ മുകളിൽ നന്നായിട്ട് വെള്ളം പറഞ്ഞ് മുകളിൽ ഒന്ന് വാരി എടുത്തിക്കാട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് ഇട്ട് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ കഴുകി 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി ആട്ടോ ഇട്ട് കൊടുക്കണത്. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു കണക്കൊന്നും പറയില്ല കേട്ടോ. ഒരു ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരിത്തിരി വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ മോൾട്ടിയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പൊ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈസി കുക്കിലിട്ട് വിസിലടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഈസി കുക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങ പൊട്ടിച്ച് ചിരകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കണ്ടോ. അതിൽ കുറച്ച് ചെറിയ ഉള്ളി, ഒരിത്തിരി വെളുത്തുള്ളി, ഒരു പിഞ്ച് വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മ കറിയൊക്കെ ഇതാ റെഡി ആയിട്ട് കേട്ടോ. പിന്നെ ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വെന്തില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുക്കറിൽ ഇട്ട് കൊടുത്തത്. ഇനി നല്ല നാടൻ കൂട്ടാനൊക്കെ നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ ആ മൺചട്ടിക്ക് ഒഴിച്ചു കൊടുക്കണം. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിരിക്കാം കേട്ടോ. അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരച്ചതാണ് കേട്ടോ ഇത്. ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ കറിയില്. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേവാൻ വേണ്ടിയിട്ട് നന്നായി വേവൂല വിചാരിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ചേനപ്പൂവ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് കടുക് പൊട്ടിക്കാനാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ. അങ്ങനെ താളിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വാദിഷ്ടമായ കറി ഇത് അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ചേനപ്പൂവ് കിട്ടുമ്പോൾ കറിയൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.